guys, welcome back to another episode of collegemunchi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തമിഴ്നാട് മെഡിക്കൽ കൗൺസിലിങ്ങിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണ്, തമിഴ്നാട്ടിൽ പോയിട്ട് MBBS BDS കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡോക്യുമെന്റ്സ് എന്തൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ആണോ, വേറെ ആരുടെയും നിങ്ങൾ എന്തായാലും റോങ് ആയിട്ടൊന്നും പോയിട്ട് വേറെ ഒരാളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ പിന്നെ വലിയ ഇഷ്യൂ ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണം, അതും ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ കാറ്റഗറീസിലുള്ള ആൾക്കാർക്കും, മാനേജ്മെന്റ്, NRI കോട്ട, അതേപോലെ തന്നെ ഗവൺമെന്റ് കോട്ട സീറ്റ്സിന് എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നീറ്റിന്റെ UG അഡ്മിറ്റ് കാർഡ്, അതേപോലെ തന്നെ സ്കോർ കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണം. ക്ലാസ് 10th 11th 12th മാർക്ക് ഷീറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു തമിഴ്നാട് എലിജിബിലിറ്റി, നമ്മൾ ഗവൺമെന്റ് കോട്ട സീറ്റ്സിന് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട് എലിജിബിലിറ്റി വേണമെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ അവിടുത്തെ തമിഴ്നാട് നേറ്റീവ് ആണോ, അതേപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് 6 മുതൽ 12ാം ക്ലാസ് വരെ നിങ്ങൾ തമിഴ്നാട്ടിലാണോ പഠിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ തമിഴ്നാട് നേറ്റീവ് ആണെങ്കിലും വേറെ സ്റ്റേറ്റിൽ പോയി പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എലിജിബിൾ ആണ്, ഇവിടുത്തെ ഗവൺമെന്റ് കോട്ട സീറ്റ്സിന് നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസ് ആണ്. ഇപ്പം നമ്മൾ ഈ ഒരു കേരളത്തിൽ ജനിച്ച കുട്ടികളാണ്, അവർ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ തമിഴ്നാട്ടിലാണ് പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഗവൺമെന്റ് കോട്ട സീറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ് 6 മുതൽ 12 വരെ പഠിച്ചതിൻ്റെ പ്രൂഫ് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ കാറ്റഗറിയിലാണ് കൊടുക്കുന്നത്, മൈനോറിറ്റി കോളേജസിൽ കൊടുക്കാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. പിന്നെ വേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ്, അതേപോലെ തന്നെ നിങ്ങൾ നീറ്റ് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതും നിങ്ങൾ വെക്കണം. അതേ പിന്നെ സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷന്റെ സ്കാൻ, ഈ ഒരു കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് കോട്ട സീറ്റ്സ് ഉണ്ട്, ഗവൺമെന്റ് കോട്ട, മൈനോറിറ്റി കോട്ട, ഇനി NRI സീറ്റ്സ് ഉണ്ട്. അപ്പോൾ NRI കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ കയ്യിൽ വെക്കണം. അതേപോലെ തന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് വേറെയും കയ്യിൽ വെക്കാനായിട്ടുണ്ട്. അപ്പോൾ NRI കോട്ട സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറിന്റെ NRI സ്റ്റാറ്റസ്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫ്രം റവന്യൂ അതോറിറ്റി. അപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കാണിക്കാനാണെങ്കിൽ നിങ്ങളുടെ NRI കോട്ട നിങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും തന്നെ എബ്രോഡ് ഉണ്ടാവണം, എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് NRI സ്റ്റാറ്റസിൽ NRI കോട്ടയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങളുടെ ഫാദർ ഓർ മദർ, നിങ്ങളുടെ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. റവന്യൂ അതോറിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, നിങ്ങളും നിങ്ങളുടെ ആ ഒരു സ്പോൺസറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്തായാലും സബ്മിറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ NRI ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ഓഫ് ദി സ്പോൺസർ, പിന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റിന്റെയും സ്പോൺസറിന്റെയും പാസ്പോർട്ടിന്റെ കോപ്പി, പിന്നെ വാർഡ് സർട്ടിഫിക്കറ്റ്, പിന്നെ OCI കാർഡ് പ്ലസ് ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ പാരന്റ് ആണ് നിങ്ങളുടെ സ്പോൺസർ എങ്കിൽ നിങ്ങൾ എന്തായാലും വേറൊരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇനി അല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ അതോറിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. പിന്നെ ഇനി അഡ്മിഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 4 റൗണ്ട് ആണുള്ളത്. റൗണ്ട് 1, റൗണ്ട് 2, പിന്നെ റൗണ്ട് 3 റൗണ്ട് സ്ട്രേ വേക്കൻസി റൗണ്ട്. അപ്പോൾ റൗണ്ട് 1, അപ്പോൾ അതായത് അലോട്ട്മെന്റ് പ്രോസസ് 1ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ എക്സിറ്റ് അലൗഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അഡ്മിഷൻ ലഭിച്ചാലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അവിടുന്ന് ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ റൗണ്ട് 2 മുതൽ നമുക്ക് ആ ഒരു ഫ്രീ എക്സിറ്റിനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ അല്ല. പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ റീഫണ്ടബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ മാത്രമായിരിക്കും അത് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നത്. അത് നമ്മൾ പറഞ്ഞു ഫ്രീ എക്സിറ്റ് ഉണ്ടെന്ന്, അതുകൊണ്ട് നമുക്കത് റീഫണ്ട് ചെയ്ത് കിട്ടും.
പിന്നെ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകാനും പറ്റുന്നതാണ്. പക്ഷെ റൗണ്ട് 2 മുതൽ അതായത് അലോട്ട്മെന്റ് 2ലും മോപ്പപ്പ് റൗണ്ടിലും സ്റ്റേ വേക്കൻസി റൗണ്ടിലും നമുക്ക് ഫ്രീ എക്സിറ്റും ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ ട്യൂഷൻ ഫീ റീഫണ്ടബിളും ആയിരിക്കില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് റൗണ്ടിലോട്ട് പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അടുത്ത റൗണ്ടിലോട്ട്, അതായത് സ്റ്റേ വേക്കൻസി റൗണ്ടിലോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇപ്പോൾ റൗണ്ട് 1ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു, അലോട്ട്മെന്റ് ലഭിച്ചു, നമ്മൾ പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഹയർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടും പറ്റും. ഇനി നമുക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു. റൗണ്ട് 2 മുതൽ ഫ്രീ എക്സിറ്റിന്റെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ തേർഡ് റൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് ജോയിൻ ചെയ്യണം. പിന്നെ ലാസ്റ്റ് റൗണ്ടാണ് സ്റ്റേ വേക്കൻസി റൗണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേ വേക്കൻസി റൗണ്ടിൽ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh ആണ്. MBBS ആകുമ്പോൾ 5 lakhും BDS ആയിരിക്കുമ്പോൾ 2 lakh ആയിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. പിന്നെ നിങ്ങൾ സ്റ്റേ വേക്കൻസിയിൽ നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സ്റ്റേ വേക്കൻസിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട്, ഇപ്പോൾ 5 lakhും 2 lakhും പറഞ്ഞ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും റീഫണ്ടബിൾ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയില്ല, ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തിട്ട് വരും. എന്നാൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ട് ഇപ്പോൾ സ്റ്റേ വേക്കൻസി റൗണ്ടിലും അല്ലെങ്കിൽ മോപ്പപ്പ് റൗണ്ടിലൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോളേജസ് മാത്രം ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ അത്രയും കെയർഫുൾ ആയിട്ട് മാത്രം ഈ ഒരു പ്രോസസ്സിനെ കാണുക. അപ്പം നമ്മുടെ ഈ ഒരു ജൂൺ 6-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട് ഇവരുടെ ഈ ഒരു തമിഴ്നാടിൻ്റെ മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെ സൈറ്റ്. അപ്പോൾ തമിഴ്നാട് പോയിട്ട് മാനേജ്മെന്റ് കോട്ടയിൽ പഠിക്കാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ CMC വെല്ലൂർ കോളേജ്, അതും കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രോസസ്സ് എന്തായാലും നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. MBBS ആയിക്കോട്ടെ BDS ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാത്തിലും അപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, MBBS ആണെങ്കിലും BDS ആണെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. ഒറ്റ രജിസ്ട്രേഷനിൽ തന്നെ നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഗവൺമെന്റ് ആണെങ്കിലും മാനേജ്മെന്റ് കോട്ട ആണെങ്കിലും അതിന് മാത്രമായിരിക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ അസിസ്റ്റൻസ് വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.